ഹായ് അശ്വിൻ, ഹായ് മാലിനി റംനാൻ, ഹായ് ഹായ്. സോ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് 10 മൂവീസ് അതിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ, ചുരുങ്ങിയത് ഒരു 10, നിങ്ങൾക്ക് വേണമെങ്കിൽ 10 20 ഒക്കെ എഴുതാട്ടോ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ദെൻ നാളേക്ക് വരുമ്പോൾ നിങ്ങൾ വിക്ടോറിയൻ എലിസബത്തിനെ വേറെ എന്തൊക്കെ ഏജ് ഇതിനെ പറ്റിയൊക്കെ ഒരു നോട്ട്, ചുരുങ്ങിയത് ഒരു 500 പേജിന് നോട്ട് എഴുതി വരിക എന്നായിരുന്നു നാട്ടിൽ. സോ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ടെസ് ഓഫ് ദി ജുബവിൽ. സോ ഇറ്റ്സ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഫേവറേറ്റ് ബുക്ക്. Hey Nalini Ramanan. Hey Nalini Ramanan. Hey Nalini Ramanan. Listen. Okay. Yes, come in. എന്താ കലോത്സവത്തിന് നോട്ടീസോ? ഓക്കെ. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ചക്കരക്കുത്ത് ഓട്ടംതുള്ളിലൊക്കെ ഉണ്ടോ? വാവ്. അശ്വിൻ എന്തായാലും ചക്കരക്കുത്തിൽ ഓട്ടംതുള്ളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ. നീ അല്ലേ ഇവിടെ ആൺതരിയുള്ളത്? അത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസ് അല്ലേ? ഓക്കെ. കേരളത്തിന്റെ കലോത്സവത്തിന് നോട്ടീസ് ഞാൻ ആദ്യമായിട്ട് കാണാൻ. ഞാൻ തമിഴ്നാടായിരുന്നു. അവിടെ പൊങ്കലാണ്. ഇതിൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. 30 ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ ഇതിലെല്ലാത്തിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ എത്ര സ്ട്രെങ്ത്? 16 അല്ലേ? ഓക്കെ. അപ്പോൾ അതിൽ 20, എല്ലാവരും 20 നമ്മൾ വേണമെങ്കിൽ 10 ക്ലാസ് നമ്മൾ വിളിച്ച് വെറ്റിക്കണം. നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ PGയുടെ പവർ. അശ്വിൻ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ഒറ്റ അശ്വിൻ നോക്കും. ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ഗ്ലാസ് മാനേജ്ഡ് ബൈ ടെനസി വില്യംസ്. ഇതിലും അത് ക്യാരക്ടർ അമാൻഡ ഇറ്റ്സ് മീ. ഞാനായിരുന്നു എൻ്റെ PGയിൽ പഠിക്കുമ്പോൾ. സോ അവിടെ ഞാനായിരുന്നു മെയിൻ. ഞാനായിരുന്നു ഗ്രൂപ്പ് ഡാൻസ് വരെ വെട്ടി കുറച്ച് സിംഗിളാക്കി ഞാൻ സ്റ്റേജൊക്കെ തകർത്താടിയിട്ടുണ്ട്. അശ്വിൻ നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാൻ വലിയ സംഭവമായിരുന്നു. സോ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് അമാൻഡ പോർഷൻ ഞാൻ എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത പോലെ എൻ്റെ PGയിൽ ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത പോലെ നിങ്ങളും ചെയ്യണം. ഉച്ചയ്ക്ക് ശേഷം അതിനായിട്ടുള്ള സെഷൻ. ഓക്കെ. 1 minute. ഓക്കെ. ഇറ്റ്സ് മൈ ഹസ്ബൻഡ്, മൈ കപ്പ് കേക്ക്, മൈ സ്വീറ്റ് ഹാർട്ട്. അപ്പം നിങ്ങൾ ഫ്ലാറ്റ് ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഒരു 2 crore ഫ്ലാറ്റ് അതെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങളൊരു ഫെറാറി ബുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. സോ നാളെ ഞാൻ ലീവായിരിക്കും എന്തായാലും. സോ നെക്സ്റ്റ് പോം ഈസ് അശ്വിനെ ശ്രദ്ധിക്കടാ. നീ എന്ത് ശ്രദ്ധിക്കാത്തേ? എനിക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്ന നീ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. ഞാൻ കേൾക്കുന്ന കമ്പ്ലീറ്റ് വരുന്നില്ലേ? The poem is Dover Beach by Matthew Arnold. It's my mom's favorite poem. It's a beautiful poem. ഞാൻ ഇന്നൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓഡിറ്റോറിയത്തിൽ HIV ഭാഗമായിട്ട്. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. മഞ്ജിമ വെൽക്കം സ്പീച്ച്. ദെൻ ഓഡിറ്റോറിയത്തിൽ ക്രൗഡൊക്കെ വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേര് ഓഡിറ്റോറിയത്തിൻ്റെ താഴെ നിൽക്കണം. ദെൻ ബാക്കിൽ നിൽക്കണം ഒരാൾ, പിന്നെ കസേരയുടെ താഴെ ഒരാൾ നിൽക്കണം. അശ്വിൻ ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ മുക്കിന് താഴെ കസേരയിട്ട് ഇരിക്കണം. ഓക്കെ. ഞാൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഓക്കെ. നമ്മളിപ്പോൾ തീരെ എക്സാം ഒന്നും കണ്ടക്ട് ചെയ്യാറില്ല അല്ലേ? നമ്മൾ എന്തായിരുന്നു ലാസ്റ്റ് എക്സാം വെച്ചത്? മിനിഞ്ഞാന്നല്ലേ? ഇന്നലെ എക്സാം ഉണ്ടായിരുന്നില്ല. മൈ ഗോഡ്. നമുക്ക് ഇത് കഴിഞ്ഞാൽ ഒരു അസൈൻമെൻറ്റ് വെക്കണം. എന്താ ഇതുവരെ എഴുതിയതൊന്നും അസൈൻമെൻ്റ് ആയിട്ട് കൂട്ടില്ല. അതൊക്കെ വെറും ഒരു നോട്ട്, ജസ്റ്റ് ആ നോട്ട്. ഓക്കെ. അസൈൻമെന്റ് വേറെ വരും 1000 പേജിന്റെ. ഇതിനെന്താ അത്രയും എന്നൊക്കെ പറയാനുള്ളത്? ഞാനൊക്കെ എൻ്റെ PGക്ക് ഓരോ പാരഗ്രാഫ് കഴിയുമ്പോൾ ഓരോ അസൈൻമെന്റ് ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാർമാരൊക്കെ തന്നോണ്ടിരുന്നത്. അതും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ലല്ലോ. ഈ ഒരു 1000 പേജ് എഴുതി വരാൻ പറയുന്നതാണ് ഇത്രയും വലിയ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യാനും 10 ബുക്ക് വായിച്ചു വരാൻ പറഞ്ഞാൽ വായിക്കില്ല. എൻ്റെ PGക്ക് ഞാനുണ്ടല്ലോ എക്സൽ ചെയ്യുമ്പോൾ ഒരു ബുക്ക്, ഇൻഹേൽ ചെയ്യുമ്പോൾ ഒരു ബുക്ക്, അങ്ങനെയായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ നെറ്റിന്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ KG ക്ലാസ് മുതൽ തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് +2 കഴിഞ്ഞിട്ട് നെറ്റ് കിട്ടിയത്. അറിയോ നിങ്ങൾക്ക്? സോ നിങ്ങൾ ഇങ്ങനെ നടന്നാൽ പോരാ. നിങ്ങൾ അടുത്ത സെക്കൻഡിലെങ്കിലും അടുത്ത ശ്വാസം എടുക്കുമ്പോഴെങ്കിലും നിങ്ങൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യൂ. എന്നാലേ നിങ്ങൾക്ക് നെറ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നെറ്റ് കോച്ചിങ് സെഷൻ ഫ്രീ ആയിട്ട് തരാം. വേണോ? അശ്വിൻ ജോയിൻ ചെയ്യൂ. അശ്വിൻ ഫ്രീ ആയിട്ട് തരാം. എനിക്കാണെങ്കിൽ ഞാൻ ഓഫറും തരാം വേണമെങ്കിൽ. ഹായ് സ്റ്റുഡൻസ്, വേർ ഈസ് മൈ അശ്വിൻ പോയി. TC വാങ്ങി പോയി അശ്വിൻ. നിങ്ങൾ അന്വേഷിച്ചില്ല? ഇനി വരില്ല, ഇനി ഇങ്ങോട്ട് വരില്ല അശ്വിൻ. ഇവിടെ പലരുടെ എൻഗേജ്മെന്റും കല്യാണമൊക്കെ കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. നമ്മളെ വിളിച്ചില്ല. ഒരു സദ്യ വേസ്റ്റ് ആയി. സോ ഇപ്പോൾ ഇത് സെമിസ്റ്റർ 3rd or 4th? സെമിസ്റ്റർ 3rd അല്ലേ? ഓക്കെ. 3rd എനിക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്? 25 അല്ലേ? ഓക്കെ. ദെൻ ഹായ് ജോക്കുട്ടൻ. ഹായ്. വൺ സെക്കൻഡ്. നമ്മൾ 3rd സെമിസ്റ്ററിലെ ടൈറ്റിൽ ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് ഇഡിപ്പസ് റെക്സ്? ഹൂ റോട്ട് ഇഡിപ്പസ് റെക്സ്? രഞ്ജിനി. ഓക്കെ. അത് നിങ്ങൾ നോക്കി വരും. ഓക്കെ. ഇഡിപ്പസ് റെക്സ് നമുക്ക് എത്രമാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ. സോ കമ്മിങ് ടു ദ 4th സെമിസ്റ്റർ നമ്മൾ എന്താണ് ഇനി എടുക്കാൻ പോകുന്നത്? ട്രെയിൻ ടു പാകിസ്ഥാൻ ബൈ ഖുഷ്വന്ത് സിംഗ്. ഓക്കെ. അത് നോക്കിയാൽ മതി. അത്ര മതി. ടൈറ്റിൽ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് അത്രയും ഞാൻ തരുള്ളൂ. എനിക്ക് അത്ര എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ എനിക്ക് ഇത് കഴിഞ്ഞാൽ കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. എനിക്ക് വിദേശ രാജ്യങ്ങളായിട്ടുള്ള കോട്ടയം, കൊല്ലം എന്നുള്ള സ്ഥലത്തൊക്കെ എനിക്ക് ട്രിപ്പ് പോകണം. സോ എൻ്റെ പ്രൊജക്റ്റിൻ്റെ കുട്ടികൾ തനിയിരുന്ന പ്രൊജക്ട് ചെയ്യുക. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. PG ഈസ് ഓവർ.